നാട്ടിലുള്ള പലരും ചോദിക്കും അതെങ്ങനെയാ 2 വർഷം കൊണ്ട് നിയമത്തി നഴ്സിംഗ് ആയ നീ BSc നഴ്സിംഗ് പഠിച്ചല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. BSc 3 വർഷം കൊണ്ട് തീരുന്ന പരിപാടി നമുക്ക് 2 years മാസ്റ്റേഴ്സ് ആയിട്ട് കിട്ടും. ഹലോ, കിരൺ ഇവിടെ MBA പഠിക്കാൻ വന്ന അല്ലെ? MBA പഠിക്കാൻ വന്നു കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റിന് വേണ്ടി നോക്കി, വർക്ക് പെർമിറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്? ആക്ച്വലി സ്റ്റേ ബാക്കിലായിരുന്നു. ഞാൻ PSW എടുത്ത് ഓൾമോസ്റ്റ് 1 year വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വേറെ പല ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കറിയാലോ വിസ കിട്ടാനും അങ്ങനത്തെ പാടാം. അപ്പൊ അങ്ങനെ ആണ് എലൂര് അപ്രോച്ച് ചെയ്ത്. അപ്പൊ അവര് എനിക്ക് MSc നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതായത് 2 year പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം, പിന്നെ കെയർ എക്സ്പീരിയൻസ്, അതായത് 800 hours എക്സ്പീരിയൻസ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 800 hours ആണ്. അപ്പൊ ആ 800 hours എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 2 year കൊണ്ട്, അതായത് BSc 3 വർഷം കൊണ്ട് തീരുന്ന പരിപാടി നമുക്ക് 2 years മാസ്റ്റേഴ്സ് ആയിട്ട് കിട്ടും. സോ അത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ പ്രീ രജിസ്ട്രേഷൻ കോഴ്സാണ്. അപ്പൊ ഇപ്പം 1 year പോസ്റ്റ് രജിസ്ട്രേഷൻ MSc ഉണ്ട്, ഞങ്ങളുടേത് 2 year പ്രീ രജിസ്ട്രേഷൻ MSc. നാട്ടിലുള്ള പലരും ചോദിക്കും അതെങ്ങനെയാ 2 വർഷം കൊണ്ട് നിയമത്തി നഴ്സിംഗ് ആയ നീ BSc നഴ്സിംഗ് പഠിച്ചല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്ര ഈസി ആയിട്ട് ഇവിടെ MSc നേഴ്സ് ആവാം. എന്തെങ്കിലും ഒരു ഡിഗ്രിയും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ധാരാളം കുട്ടികൾ ഇപ്പൊ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് MBA കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു പല കോഴ്സുകൾ കഴിഞ്ഞിട്ട് പെർമിറ്റ് വേണ്ടി നോക്കുന്നു, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വർക്ക് പെർമിറ്റ് നോക്കുന്നു. അവർക്ക് ഇതൊരു നല്ല മാർഗമല്ലേ? പിന്നെ 10,000-20,000 പൗണ്ടും കൊടുത്ത് കെയർ വിസ എടുക്കുന്നതിലും ബെറ്റർ എന്തായാലും നഴ്സിംഗ് ചെയ്യുന്ന. നമുക്കൊരു ഡിഗ്രി ആയി നമുക്ക് നേഴ്സ് ആവാം അല്ലെ? MSc നഴ്സിംഗ് കൈ കിട്ടുകയും ചെയ്യും, നല്ലൊരു ജോലി കിട്ടും. കെയർ വിസ അടിച്ച് പിന്നെ ഈ പറയുന്ന പോലത്തെ ഇവിടുത്തെ റൂൾ മാറുന്നതനുസരിച്ച് നിൽക്കാതെ നേഴ്സായിട്ട് നല്ലൊരു ഓപ്ഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ കിരണെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് കാണാം. അവർക്ക് MBA കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റു എല്ലാ കോഴ്സുകൾ കഴിഞ്ഞ് മറ്റു വർക്ക് പെർമിറ്റിലേക്ക് നോക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ MSc പ്രീ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്ത് ഇവിടെ നേരെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുന്നതാണ്. താങ്ക് യു.